കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുമ്പോൾ രാഹുലിനെ അനുഗമിച്ച് സംരക്ഷണമൊരുക്കി വന്നത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായ നേമം ഷജീറായിരുന്നു. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് അവർ പറഞ്ഞ, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെന്ന് അവർ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തുകൊണ്ടായിരിക്കാം യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അകമ്പടി സേവിച്ചെത്തിയത്? ആ ചർച്ച ഇപ്പോൾ കോൺഗ്രസിൽ ഇങ്ങനെ മുറുകുകയാണ്. ഏതായാലും പരാതികളുടെ വലിയ പ്രവാഹം നേമം ഷജീറിനെതിരെ ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കഴിയുന്നത്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന് പരസ്യമായി സംരക്ഷണ കവചം തീർത്ത യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വ്യാപക പരാതി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെതിരെയാണ് ദേശീയ കമ്മിറ്റിക്കും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലെത്തിയ നേമം ഷജീറിനെ കാണാൻ VD സതീശൻ തയ്യാറായില്ല. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ സംരക്ഷണ കവചമൊരുക്കി നിയമസഭയിൽ ഒപ്പം പോയതിനാണ് പരാതി. സ്ത്രീവിരുദ്ധ നിലപാടിനൊപ്പം നേതാക്കൾ പരസ്യമായി നിന്നത് യൂത്ത് കോൺഗ്രസിനും ആകെ നാണക്കേടുണ്ടാക്കി. ഷജീറിന്റെ പ്രവർത്തനം ജില്ലാ കമ്മിറ്റിയുടെ അറിവോടെ അല്ല എന്നും ഷജീറിനെതിരെ അടിയന്തര നടപടി വേണമെന്നും നേതാക്കളുടെ പരാതിയിലുണ്ട്. ഇമെയിൽ വഴിയും നേരിട്ടുമായി 100-ലധികം പരാതികൾ ദേശീയ നേതൃത്വത്തിന് ലഭിച്ചുവെന്നാണ് വിവരം. ജില്ലയിൽ നിന്നുള്ള ജില്ലാ ഭാരവാഹികളാണ് പരാതി നൽകിയത്. അതേസമയം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലെത്തിയ നേമം ഷജീറിനെ കാണാൻ VD സതീശൻ തയ്യാറായില്ല. സഭയിലേക്ക് തിരിച്ചു പോകുമ്പോൾ പിന്നാലെ ചെന്ന് കാണാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവ് നിൽക്കാനും കൂട്ടാക്കിയില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.